ഒരിക്കൽ ദാവീദ് നേരിട്ടൊരു വലിയ പ്രതിസന്ധിയുണ്ട്. ഷിമയി എന്ന് പറയുന്ന ഒരാൾ ദാവീദിനെ ശപിച്ചുകൊണ്ട് രക്തപാതക നീച്ച എന്നൊക്കെ വിളിച്ച് കല്ലൊക്കെ വാരി എറിഞ്ഞ് ഇങ്ങനെ തന്നെ നേരെ വരുന്നൊരു സമയം. അപ്പോൾ കൊടുത്തു നിന്ന് അഭിഷായി പറയുന്നുണ്ട്, യജമാനനെ, ആ മനുഷ്യൻ അങ്ങനെ പറയുന്നതൊക്കെ കേട്ടില്ലേ, ഞാൻ അവനെ അങ്ങ് കൊന്നുകളയട്ടെ. അപ്പോൾ ദാവീദ് പറയാണ്, വേണ്ട 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 വേണ്ട, അവനോട് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് ദാവീദിനെ ശപിക്കാൻ. അവൻ ശപിക്കട്ടെ. ഇവൻ എൻ്റെ മോൻ വരെ എനിക്കെതിരെ തിരിഞ്ഞിരിക്കുകയല്ലേ, പിന്നെ ഈ ഷിമയുടെ കാര്യം എന്നാ പറയാനാ? ദൈവം പറഞ്ഞിട്ടാ ഇവരൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ. ഈ ഒരു ഭാഗം എന്നെ ഒത്തിരി ധൈര്യപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും പല കാര്യങ്ങളെയും സഹിഷ്ണുതയോടെ നേരിടാൻ ബലപ്പെടുത്തുകയും ചെയ്യുന്ന ഭാഗമാണ്. നമ്മൾ മനസ്സിൽ കൂടെ പോലും ചിന്തിച്ചിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത, യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങളെ കഥകളായി മെനഞ്ഞുണ്ടാക്കി പലരിലേക്കും അത് ഇഞ്ചക്റ്റ് ചെയ്ത് അവരെയൊക്കെ ആ ഒരു തലത്തിലേക്ക് കൊണ്ടെത്തിച്ച് എന്തൊക്കെ ദോഷങ്ങൾ ചെയ്യാമോ ആ ദോഷങ്ങളൊക്കെ ചെയ്ത് അതിൽ സന്തോഷിച്ചു പോകുമ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് പ്രയാസമൊക്കെ തോന്നും. മനുഷ്യരല്ലേ? പക്ഷെ ആ സമയത്തൊക്കെ നമ്മളെ ഉറപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഇതാ. അവരൊക്കെ അതൊക്കെ പറയണമെങ്കിൽ, അല്ലെ ആ സ്റ്റോറി ഉണ്ടാക്കണമെങ്കിൽ, നമുക്കിത് തിരിയണമെങ്കിൽ ദൈവം ഉറപ്പായിട്ട് അവരോട് പറഞ്ഞിട്ടാകും. അല്ലാതെ അവരെന്തിനാ നമുക്കെതിരെ തിരിയുന്നത്? അപ്പോൾ ദൈവം പറഞ്ഞിട്ടാണ്, ദൈവത്തിൻ്റെ അറിവോടെയാണ്, ദൈവത്തിൻ്റെ അനുവാദത്തോടെയാണ്. അങ്ങനെയാണ് പിന്നെ ഈ പറയുന്നവരെ നമ്മളെന്തിനാ ഒരു ഉന്നം വെച്ച് നീക്കുന്നത്? അവരോട് നമുക്ക് എന്തിനു ദേഷ്യം തോന്നണം? അവരല്ലല്ലോ കാരണക്കാരൻ. ഇനി ദൈവം അപ്പനാണത് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ അപ്പന് ഉറപ്പായിട്ടൊരു ഉദ്ദേശമുണ്ട്. ഇസ്രായേൽ മക്കളോട് അപ്പം പറയുന്നൊരു വചനം യെശയ്യാവിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ അതെന്തിനു വേണ്ടിയുള്ളതാണെന്നറിയോ? നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവിയിൽ വരുവാൻ തക്കണം. ശുഭഭാവിയിൽ വരുവാൻ, ഒരു ശുഭഭാവിക്ക് വേണ്ടിയാ അപ്പനിങ്ങനെ ഓരോ നിരൂപണങ്ങളിലൂടെ, അപ്പൻ്റെ നിരൂപണങ്ങളിലൂടെ നമ്മളെ കടത്തിവിടുന്നത്. അതെന്തിനാണെന്ന് നമുക്കറിയില്ല. നിരൂപണങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല. ആ നിരൂപണങ്ങളിൽ പെടും ഈ പറച്ചിലുകളും ഈ തള്ളിപ്പറച്ചിലുകളും ഒക്കെ. അങ്ങനെ അങ്ങ് ആശ്വസിക്കും. ജീവിതത്തിന് നേരെ അടിക്കുന്ന പല കൊടുങ്കാറ്റുകളൊക്കെ അപ്പൻ്റെ ആ നിരൂപണത്തിൽപ്പെടും. പക്ഷെ അതിനടിയിൽ ഒരു വാക്കപ്പൻ ചേർത്തിട്ടുണ്ടെന്നാണെന്നറിയോ? അതൊന്നും തിന്മയ്ക്കല്ല, നന്മയ്ക്കത്രയാ. അപ്പം ആ നന്മ പാക്കലാം, എന്ത് കാത്തിരിക്കാം. പക്ഷെ ആ ദാവീദിനോടുള്ള ബന്ധത്തിൽ ആ അവസാനം എന്തായിരുന്നെന്നറിയോ? ദാവീദ് രാജഭരണം ഏൽക്കാനായി, അല്ലെങ്കിൽ ആ സിംഹാസനത്തിലേക്കുള്ള വരവിൽ ശിമയി അദ്ദേഹത്തെ എതിരേൽക്കാനായി ചെല്ലുന്നു. എത്ര കാലം ഇങ്ങനെയൊക്കെ പിടിച്ചു നിർത്താൻ പറ്റും? എത്ര കാലം ഇങ്ങനെ ഒതുക്കിയിടാൻ പറ്റും? എത്ര കാലം ഇങ്ങനെ വാതിലുകളൊക്കെ അടച്ച് ഒരു മൂലയ്ക്ക് ഒതുക്കാൻ പറ്റും? അപ്പനൊരു ടൈം വെച്ചിട്ടുണ്ട്, അതേവരെ. സോ വെയിറ്റ് ആൻഡ് സീ. അപ്പൻ ലാസ്റ്റ് ജീവിക്കുന്നേ ഭാഗ്യയ്ക്ക് അപ്പം തന്നെ ഹോവ ഇരേ. ആമേൻ.